ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ തല നുള്ളിയെടുത്ത ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി 3/4 കപ്പ് അളവിൽ നാളികേരം, എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക്, 6 എണ്ണത്തോളം ചെറുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് വാളൻപുളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിൽ ഉണക്ക ചെമ്മീനും വേപ്പിലയും ഉണക്കമുളകും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഉണക്ക ചെമ്മീനും മുളകും വേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെമ്മീനിലുള്ള ഈർപ്പൊക്കെ പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റാക്കി എടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ചെമ്മീനിലെ ഈർപ്പൊക്കെ പോയി ഇതുപോലെ കളറ് മാറി വരും. അപ്പോൾ ഒരെണ്ണം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒടിഞ്ഞു കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 എണ്ണത്തോളം ചെറുള്ളിയും ചെറിയ കഷ്ണം വാളൻപുളിയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഉണക്കമുളകും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ ചതച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച ചെമ്മീനും 3/4 കപ്പ് നാളികേരം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. നിർത്തി ഒരു 2 വട്ടം പൾസ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ദേ ഇതുപോലെ കിട്ടും. ഇനി ഉപ്പ് നോക്കി പോരായ്കയുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അവസാനമായി ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല നാടൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലെ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.